NSS-SNDP ഐക്യം ഒരു കെണിയാണെന്ന് തോന്നിയെന്നും അതിൽ വീഴണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നുവെന്നും NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. പിന്മാറ്റത്തിനായി ആരും ഇടപെട്ടിട്ടില്ല. സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യങ്ങളിൽ ഇടപെടേണ്ട എന്നാണ് VD സതീശന്റെ നിലപാടെങ്കിൽ ഇനി NSSന്റെ പിന്തുണ തേടി എത്തരുതേ എന്നും G. സുകുമാരൻ നായർ പറഞ്ഞു. ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ ആക്രമിക്കാതെ NSSന്റെ ഡയറക്ടർ ബോർഡിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള അനുനയ നീക്കമാണ് വെള്ളാപ്പള്ളി നടേശൻ ഇന്ന് നടത്തിയത്. എന്നാൽ വെള്ളാപ്പള്ളിയുടെ ആ ചൂണ്ടയിൽ സുകുമാരൻ നായർ കൊത്തിയില്ല. വെള്ളാപ്പള്ളിയുടെ ഐക്യാഹ്വാനത്തിന് പിന്നിൽ രാഷ്ട്രീയ നീക്കമുണ്ടെന്നും ഐക്യത്തിന്റെ വാതിൽ അടഞ്ഞെന്നും NSSന്റെ മറുപടി. മകനെ വിടാമെന്നോട് പറഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത്, മകനോട് ഞാൻ പറഞ്ഞു വരണ്ട, കാരണം ഇതിനകത്ത് നിങ്ങളൊരു രാഷ്ട്രീയ നേതാവാണ്. രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഐക്യാഹ്വാനത്തിന് പിന്നാലെ വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ ലഭിച്ചതിലും NSSന് സംശയങ്ങളുണ്ട്. വിചാരിച്ചിരുന്നുവെങ്കിൽ പത്മഭൂഷൺ പെരുന്നയിലേക്ക് നേരത്തെ എത്തിയേനെന്നും സുകുമാരൻ നായർ. ഞാൻ വിചാരിച്ചിരുന്നത് ഇതിനു മുമ്പേ തന്നെ പത്മഭൂഷൺ എനിക്ക് കിട്ടിയേനെ. അതുകൊണ്ട് അതൊന്നും പറയണ്ട, എനിക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹമൊന്നുമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടായിരുന്ന എപ്പോഴേ കിട്ടിയേനെ, എന്തെല്ലാം സ്ഥാനമാനങ്ങൾ കിട്ടിയേനെ. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായ ആരോപണം സുകുമാരൻ നായർ ഇന്നും തുടർന്നു. വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത ആളാണ് സതീശൻ. കോൺഗ്രസിന്റെ ന്യൂനപക്ഷ സ്നേഹം ഭാവിയിൽ പാരയാകുമെന്നും സുകുമാരൻ നായരുടെ മുന്നറിയിപ്പ്. സമുദായ സംഘടന കാണാൻ പറ്റുന്നത് VD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയി സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. സംസ്ഥാന സർക്കാരിനെ പ്രശംസിച്ചുകൊണ്ടാണ് G. സുകുമാരൻ നായർ തന്റെ വാർത്താ സമ്മേളനം പൂർത്തിയാക്കിയത്. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ രൂപപ്പെട്ട സമദൂരത്തിലെ ഇടത് മനസ്സ് ഇപ്പോഴും തുടരുന്നുവെന്ന് വ്യക്തം. ഇന്നല്ലെങ്കിൽ നാളെ ഐക്യമുണ്ടാകുമെന്നാണ് വെള്ളാപ്പള്ളിയുടെ പ്രതീക്ഷ. എന്നാൽ ആ വാതിൽ സുകുമാരൻ നായർ ഇന്നേ അടച്ചു കഴിഞ്ഞിരിക്കുന്നു. പെരുന്നയിൽ നിന്ന് കണിച്ചുകുളങ്ങരയിലേക്കുള്ള ദൂരം അങ്ങനെ വലുതാവുകയാണ്. ഷിനോദ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.